GK കിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ കബഡിയിൽ ഇന്ത്യ നേടിയ നേട്ടം എന്താണ്? ഉത്തരം: ഇരട്ട സ്വർണം. 2025 ഒക്ടോബർ 24 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എത്ര ഫാസ്റ്റ് പട്രോൾ വെസലുകൾ പുറത്തിറക്കി? ഉത്തരം: 2. 8 ആൻറ്റി സബ് മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ ആദ്യത്തേതായി പരിചയപ്പെടുത്തിയ കപ്പൽ ഏതാണ്? ഉത്തരം: INS മാഹി. എന്താണ് ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻ? ഉത്തരം: ഗേ എന്നും ലെസ്ബിയൻ എന്നും പറയുന്നത് സമലിംഗ ആകർഷണമുള്ള ആളുകളെ സൂചിപ്പിക്കാനാണ്. ഗേ എന്നാൽ സാധാരണയായി ഒരു പുരുഷന് മറ്റൊരു പുരുഷനോട് പ്രണയമോ ലൈംഗിക ആകർഷണമോ തോന്നുന്നതാണ്. ലെസ്ബിയൻ എന്നാൽ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് പ്രണയമോ ലൈംഗിക ആകർഷണമോ ഉണ്ടാകുന്നതാണ്. സമലിംഗ ബന്ധങ്ങൾ പ്രണയം, ബഹുമാനം, പരസ്പരം മനസ്സിലാക്കൽ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്. മറ്റ് പ്രണയബന്ധങ്ങൾ പോലെ തന്നെ ഇവർക്കും സ്നേഹം പ്രകടിപ്പിക്കാനും ബന്ധം രൂപപ്പെടുത്താനും കുടുംബമായി ജീവിക്കാനുമുള്ള അവകാശമുണ്ട്. (2018) ഇന്ത്യയിലെ സുപ്രീം കോടതി സമലിംഗ ബന്ധങ്ങളെ കുറ്റമല്ല എന്ന് വിധിച്ചു. എന്നാൽ സമലിംഗ വിവാഹം ഇപ്പോഴും നിയമപരമായി അംഗീകരിച്ചിട്ടില്ല. സമലിംഗരായ ആളുകൾ സമൂഹത്തിൽ പലപ്പോഴും തെറ്റിദ്ധാരണകളും വിമർശനങ്ങളും നേരിടാറുണ്ട്. അതിനാൽ അവരെ ബഹുമാനത്തോടെ മനസ്സിലാക്കി സഹിഷ്ണുതയോടെ സമീപിക്കുക. സ്നേഹം ഒരു മനുഷ്യാവകാശമാണ്. ലിംഗം എന്തുമാകട്ടെ, ഓരോ വ്യക്തിക്കും തങ്ങളുടെ മനസ്സിന് അനുയോജ്യമായ ജീവിതം നയിക്കാൻ അവകാശമുണ്ട്. സമലിംഗരായവർക്ക് പലപ്പോഴും സമൂഹത്തിൽ അപമാനം, പരിഹാസം, ഒറ്റപ്പെടുത്തൽ തുടങ്ങിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. ഇത് മാറ്റാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? അവരെ ബഹുമാനത്തോടെ സമീപിക്കുക, തെറ്റിദ്ധാരണകൾ നീക്കുക, സമത്വവും കരുണയും വളർത്തുക. സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റാണോ? അറിവോടെ സമീപിക്കേണ്ട സ്വാഭാവിക പ്രവൃത്തിയാണ് സ്വയംഭോഗം. എന്താണ് സ്വയംഭോഗം? സ്വയംഭോഗം എന്നത് ഒരാൾ സ്വന്തം ശരീരത്തെ സ്പർശിച്ച് ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ്. ഇത് മനുഷ്യരിൽ മാത്രമല്ല ചില മൃഗങ്ങളിലും കാണപ്പെടുന്ന സ്വാഭാവിക പ്രവൃത്തിയാണ്. ഡോക്ടർമാരുടെയും ലൈംഗികാരോഗ്യ വിദഗ്ധരുടെയും അഭിപ്രായത്തിൽ സ്വയംഭോഗം ഒരു രോഗമല്ല, തെറ്റുമല്ല. സാധാരണയായി ഇത് സമ്മർദ്ദം കുറയ്ക്കാൻ, ഉറക്കം മെച്ചപ്പെടുത്താൻ, ലൈംഗിക വികാരങ്ങളെ നിയന്ത്രിതമായി പ്രകടിപ്പിക്കാനൊക്കെ സഹായകരമായേക്കാം. സ്വയംഭോഗം ചെയ്യുന്നതിനെക്കുറിച്ച് പലർക്കും ലജ്ജ, കുറ്റബോധം, പേടി തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് അവിദ്യയും സമൂഹത്തിലെ തെറ്റിദ്ധാരണകളും മൂലമാണ്. മനുഷ്യന്റെ ശരീരത്തെയും വികാരങ്ങളെയും മനസ്സിലാക്കുന്നത് ഒരു വിദ്യാഭ്യാസ പ്രക്രിയയാണ്. അതിൽ തെറ്റില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അതിരുകടന്ന് ആവർത്തിക്കരുത്. അത് ശരീരശക്തിയും സമയവും ബാധിക്കും.
അശ്ലീല വീഡിയോയിൽ അധികമായി ആസക്തി പുലർത്തുന്നത് മനസ്സിന് ദോഷം ചെയ്യും. ശുചിത്വം പാലിക്കുക. കുറ്റബോധമില്ലാതെ ഉത്തരവാദിത്തത്തോടെ സമീപിക്കുക. സ്വയംഭാഗം സ്വാഭാവികമാണ്. അതിൻ്റെ അളവും സമീപനവുമാണ് പ്രധാനപ്പെട്ടത്. 2025 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ എഴുത്തുകാരൻ ആരാണ്? ഉത്തരം സുനിൽ അമർത്. ഇന്ത്യ തിബത്ത് അതിർത്തി പോലീസ് സ്ഥാപക ദിനം എപ്പോഴാണ് ആചരിക്കുന്നത്? ഉത്തരം ഒക്ടോബർ 24. അടുത്തിടെ അന്തരിച്ച പത്മശ്രീ ജേതാവും ഇന്ത്യൻ പരസ്യരംഗത്തെ ഇതിഹാസവുമായ വ്യക്തി ആരാണ്? ഉത്തരം പീയൂഷ് പാണ്ഡെ. ആദ്യത്തെ അണ്ടർ വാട്ടർ ടണൽ നിർമ്മിക്കാൻ ഏത് സംസ്ഥാനമാണ് ഒരുങ്ങുന്നത്? ഉത്തരം കേരളം. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരുടെ പട്ടികയിൽ സൗരവ് ഗാംഗുലിയെ മറികടന്ന് 3-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം രോഹിത് ശർമ്മ. റെസ്ലിംഗ് ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം വിശ്വജിത് മോർ. 50 വർഷം പഴക്കമുള്ള കഫാല സമ്പ്രദായം അവസാനിപ്പിച്ച രാജ്യം ഏതാണ്? ഉത്തരം സൗദി അറേബ്യ. സംസ്ഥാന വ്യാപകമായി ഡിജിറ്റൽ വിള സർവേ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഏത് വകുപ്പാണ്? ഉത്തരം കൃഷി വകുപ്പ്. അടുത്തിടെ ഓസ്ട്രേലിയയുമായി ധാതു കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഉത്തരം US. 2025 ഒക്ടോബറിൽ ഇന്ത്യൻ എംബസി സ്ഥാപിതമായ രാജ്യം ഏതാണ്? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. 2025 ഒക്ടോബറിൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കോൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ 90ാമത് അംഗമായത് ആരാണ്? ഉത്തരം ടുവാലു. അടുത്തിടെ ഓപ്പൺ AI പുറത്തിറക്കിയ AI പവേർഡ് ബ്രൗസർ ഏതാണ്? ഉത്തരം ChatGPT അറ്റ്ലസ്. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ട്രെയിൻ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ നടത്തിയത് എവിടെയാണ്? ഉത്തരം കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ശബരിമല സന്ദർശിക്കുന്ന ആദ്യ വനിതാ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ദ്രൗപദി മുർമു. ആർമി മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? ഉത്തരം ലഫ്റ്റനന്റ് ജനറൽ CG മുരളീധരൻ.
താങ്ക്സ് ഫോർ വാച്ചിങ്.